നമസ്കാരം. ഇറാനിലെ ഖർക്ക് ദ്വീപിൽ ബോംബിട്ടെന്ന അവകാശവാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദ്വീപിലെ സൈനിക കേന്ദ്രം തകർത്തുവെന്നും ട്രംപ് പറഞ്ഞു. US സെൻട്രൽ കമാൻഡ് പശ്ചിമേഷ്യയിൽ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ബോംബിംഗ് ആക്രമണങ്ങളിൽ ഒന്നാണ് നടത്തിയിരിക്കുന്നത്. ഇറാന്റെ കിരീടത്തിലെ രത്നമായ ഖർക്ക് ദ്വീപിലെ എല്ലാ സൈനിക കേന്ദ്രങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കി എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയിലെ നിർണായക ഭാഗമാണ് ഖർക്ക് എന്ന ചെറുദ്വീപ്. പേർഷ്യൻ ഗൾഫ് കടലിൽ ഇറാൻ തീരത്തു നിന്ന് 25 കിലോമീറ്ററിലധികം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത്. ഒരു ദിവസം 70 ലക്ഷം ബാരലുകൾ ലോഡ് ചെയ്യാൻ ശേഷി ഈ ദ്വീപിലെ സംവിധാനങ്ങൾക്കുണ്ട്. അവിടെ നിന്നാണ് ഓയിൽ ബാരലുകൾ കപ്പലിൽ ഹോർമൂസ് കടലിടുക്കിലേക്ക് കൊണ്ടുപോകുക. 20 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ദ്വീപിന്റെ വിസ്തീർണം. 8000-ഓളം ജനങ്ങളാണ് ആകെ ഉള്ളത്. ബൂഷർ പ്രവിശ്യയുടെ ഭാഗമാണ് ഇവിടം. ഇറാന്റെ സാമ്പത്തിക നിലയെ തകർക്കും വിധത്തിലുള്ള നീക്കമാണ് ഖർക്ക് ദ്വീപിനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ US മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടല്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ചരക്ക് നീക്കം തടസ്സപ്പെടുത്തിയാൽ ഖർഗിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനിയെ ഇല്ലാതാക്കാനുള്ള നീക്കം തുടരുകയാണ് US. മൊജ്തബയെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ നേതാക്കളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് $10 മില്യൺ, ഏകദേശം ഇന്ത്യൻ രൂപ 92 കോടിയിലേറെ ആണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇറാനിൽ USഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ മൊജ്തബ അലി ഖമാനിയെ ഗുരുതരമായി പരിക്കേറ്റെന്ന അവകാശവാദവുമായി അമേരിക്ക കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു. ആയത്തുള്ള അലി ഖമനയി വധിക്കപ്പെട്ട ആക്രമണത്തിലാണ് മൊജ്തബയ്ക്കും പരിക്കേറ്റത് എന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ അവകാശവാദം. ആക്രമണത്തിൽ മൊജ്തബയുടെ കാലുകൾ നഷ്ടപ്പെട്ടുവെന്നും വയറിനോ കരളിനോ ഗുരുതരമായി പരിക്കേറ്റുവെന്നുമാണ് ഹെഗ്സത്ത് പറയുന്നത്. അതേസമയം ഖത്തറിലും സൗദിയിലും ഇറാൻ നടത്തിയ ആക്രമണം വിജയകരമായി പ്രതിരോധിച്ചു. ഇസ്രായേലിലും ഇറാന്റെ തിരിച്ചടി ആക്രമണം തുടരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ 27 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഇപ്പോഴും ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഒരു ഇന്ത്യൻ എണ്ണക്കപ്പലിന് മാത്രമാണ് നിലവിൽ സംഘർഷ മേഖല കടക്കാനായത്. ഇന്ത്യൻ പതാകയേന്തിയ ഒരു എണ്ണക്കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്ന് സുരക്ഷിത സ്ഥാനത്തിലെത്തിയെന്ന് ഇന്ത്യൻ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷത്തിൽ 3 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും ഒരാളെ കാണാതായെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചിരുന്നു. നിലവിൽ 700-ലധികം നാവികരാണ് 27 കപ്പലുകളിലായി സംഘർഷ മേഖലയിൽ തുടരുന്നത്. ഹോർമൂസ് കടലിടുക്കിലും പരിസരത്തും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കപ്പലുകളുടെ മേൽനോട്ടം സർക്കാർ നിരന്തരം നടത്തുന്നുണ്ടെന്ന് ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കെ സിൻഹ പറഞ്ഞു. സംഘർഷത്തിൽ ഇന്ത്യൻ പൗരന്മാർ കുടുങ്ങിക്കിടക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പേർഷ്യൻ ഗൾഫിനെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് കേന്ദ്ര സർക്കാരിനും ഷിപ്പിംഗ് മന്ത്രാലയത്തിനും ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ പതാകയുള്ള ഒരു വാണിജ്യ കപ്പലിനെയും ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ഇറാൻ അനുവദിച്ചില്ല. നിലവിൽ കടലിടുക്കിന് പടിഞ്ഞാറ് ഭാഗത്ത് 24 കപ്പലുകളും കിഴക്കു ഭാഗത്ത് 4 കപ്പലുകളും നിരീക്ഷണത്തിലാണ്. ഈ കപ്പലുകളിലായി ആകെ 778 ഇന്ത്യൻ നാവികരുണ്ടെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കാണ്ടില തുറമുഖത്തേക്ക് വരികയായിരുന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. പേർഷ്യൻ ഗൾഫിൽ ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ പ്രതിനിധികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുമായി മാർച്ച് 10 ഉൾപ്പെടെ 3 തവണ ചർച്ചകൾ നടത്തുകയും സമുദ്ര സുരക്ഷയിലുള്ള ഇന്ത്യയുടെ ആശങ്ക അറിയിക്കുകയും ചെയ്തു. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും
സൈനിക നീക്കങ്ങളാണ് ഈ സാഹചര്യത്തിന് കാരണമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതേസമയം ആക്രമണം രൂക്ഷമാക്കിയാൽ ഇറാന്റെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തങ്ങൾക്ക് ഇറാന്റെ വൈദ്യുതി ശേഷി 1 മണിക്കൂറിനുള്ളിൽ തകർക്കാൻ കഴിയുമെന്ന്, എന്നാൽ അത് അവർക്ക് പുനർനിർമ്മിക്കണമെങ്കിൽ 25 വർഷം വേണ്ടിവരുമെന്നും അത് ചെയ്യാതിരിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ട്രംപിന്റെ ഭീഷണി. ട്രംപിന്റെ ഭീഷണിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി രംഗത്തെത്തി. ഇറാന്റെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾക്കുമേൽ ആക്രമണം നടത്തിയാൽ മേഖലയിലെ വൈദ്യുതി ഗ്രിഡുകളെ ആകെ ആക്രമിച്ച് മേഖലയാകെ അരമണിക്കൂറിനകം ഇരുട്ടിലാക്കുമെന്നും ഈ നേരം സുരക്ഷ തേടി ഓടുന്ന അമേരിക്കൻ സൈനികരെ തങ്ങൾ വേട്ടയാടുമെന്നും ലാരിജാനി പറഞ്ഞു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് തുടരുമെന്നാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി വ്യക്തമാക്കുന്നത്. മേഖലയിലെ എല്ലാ US സൈനിക താവളങ്ങളും പൂട്ടണമെന്നും അല്ലെങ്കിൽ അവയ്ക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നുമാണ് മുജ്തബയുടെ പ്രതികരണം. രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും പരമോന്നത നേതാവായി അധികാരമേറ്റതിന് ശേഷമുള്ള ആദ്യ സന്ദേശത്തിൽ മുജ്തബ വ്യക്തമാക്കിയിരുന്നു. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണത്തെ ഉത്തര കൊറിയ അപലപിച്ചതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചു. വധിക്കപ്പെട്ട ആയത്തുള്ള അലി ഖമനേയിയുടെ മകൻ മുജ്തബ ഖമനേയിയെ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്ത ഇറാന്റെ തീരുമാനത്തെയും നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ജനതയുടെ അവകാശത്തെയും ബഹുമാനിക്കുന്നുവെന്നും ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. യുദ്ധം തുടരുമ്പോൾ ലോകരാജ്യങ്ങളെയും ബാധിക്കുകയാണ് യുദ്ധക്കെടുതികൾ. യുദ്ധം അവസാനിച്ച് സമാധാനത്തിന്റെ കൊടിപാറുന്ന സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം.